അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും UAയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖുർആൻ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അതോ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലയോ? എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നോക്കാൻ പോകുന്നത് ഖുർആൻ പ്രിസർവേഷൻ വിഷയമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഖുർആനിന് കൃത്യമായിട്ടുള്ള സനദില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇസ്ലാമോഫോബ്സ് ആയിട്ടുള്ള ആളുകൾ, മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അത് കുറച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോ ആണ്. അതിന് കാരണം നമ്മളെ കൊണ്ട് ഒരിക്കലും എന്തായാലും ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല അല്ലേ? കാരണം ഇത് അത്രത്തോളം വലിയൊരു ഇൻഫർമേഷൻ ഉള്ള ഒരു ഏരിയയാണ്. ഒരു വീഡിയോ കൊണ്ട് തീരില്ല, 2 വീഡിയോ കൊണ്ട് തീരില്ല, 10-20 വർഷം കൊണ്ടും തീരില്ല. അത്രത്തോളം ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രം. അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് 10, 20, 30 വർഷമൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള, ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയിട്ടുള്ള കേംബ്രിഡ്ജ് പോലെയുള്ള യൂണിവേഴ്സിറ്റിക്കകത്തൊക്കെ റിസർച്ച് നടത്തിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളുടെ ഇൻഫർമേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കകത്ത് കാണുന്ന ഇൻഫർമേഷൻസ് അല്ല എടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഖുർആൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഖുർആൻ്റെ പ്രിസർവേഷൻ അല്ലേ? അപ്പോൾ ഖുർആൻ്റെ പ്രിസർവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് ഖുർആൻ എന്നറിയണം. അതറിയാതെ പ്രിസർവേഷനിലേക്ക് കടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഡെഫിനേഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കൊരു ഡെഫിനേഷൻ ഉണ്ട്. ഈ ഡെഫിനേഷൻ അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരും അംഗീകരിക്കണം എന്നില്ല. മനസ്സിലായോ? കാരണം അത് മുസ്ലിങ്ങളുടെ ഡെഫിനേഷനാണ്. ആ ഡെഫിനേഷൻ എങ്ങനെ വരുന്നത്? പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവം. ആ ദൈവത്തെ അറബിയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു. ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ അറബിയിലുള്ള സംസാരം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ശിഷ്യന്മാർ പിന്നീട് ഒരുപാട് ശിഷ്യന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മുസ്ഹഫ് രൂപത്തിൽ, എഴുത്ത് രൂപത്തിൽ, ഗ്രന്ഥരൂപത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഖുർആൻ എന്ന് മൊത്തത്തിൽ പറയുന്നത്. ഇതിൽ 2 ഭാഗമാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ അറബിയിലുള്ള സംസാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം. ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുക? ഈ ഭാഗം നമുക്ക് എങ്ങനെ ഈ ഡെഫിനേഷൻ നമുക്ക് ഒന്ന് തെളിയിക്കാൻ സാധിക്കും? അതിന് ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകളോടും പല രീതിയിൽ നമ്മളത് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഒരു നെസസറി എക്സിസ്റ്റൻസിൻ്റെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന വിഷയമാണ് ഒന്നാമത്തെ വിഷയം വരുന്നത്. പിന്നീട് ആ ദൈവത്തിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വില്ലുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകാൻ യോഗ്യനാണോ? ദൈവത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കുന്നൊരു പ്രശ്നമുണ്ടോ? തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നീട് ഈ ഒരു കാര്യങ്ങൾ, ഇത്തരം അള്ളാഹുവിൻ്റെ എക്സിസ്റ്റൻസും അതുമായി ബന്ധ ആട്രിബ്യൂട്ട്സ് എല്ലാം നോക്കിയിട്ടാണ്, അതാണ് ഫസ്റ്റ് ഭാഗത്ത് വരുന്നത്. അതിൽ ഒരു ഏത്തിയസ്റ്റ്, ഒരു ക്രൈസ്തവൻ തുടങ്ങിയ പല ആളുകളോട് സംസാരിക്കും, പല രീതിയിലേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുത്തു. ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും പിന്നീട് അത് നമ്മളിലേക്ക് ഒരുപാട് മുത്തവാത്തറായിക്കൊണ്ട് മൾട്ടിപ്പിൾ ചെയിനിലൂടെ നമ്മളിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത അതേ വചനങ്ങൾ തന്നെയാണോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അതേ വചനങ്ങൾ തന്നെയാണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ള അതേ വചനങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങളല്ല നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളെങ്കിലോ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. ഇതിൽ ഡെഫിനിഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു, ശിഷ്യന്മാർ പിന്നീട് മറ്റു ആളുകളിലേക്ക് എത്തിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, പ്രവാചകൻ്റെ ശിഷ്യന്മാർ എപ്പോഴാണ് അധ്യാപകരായത്? അവർ അങ്ങനെ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ തെളിവുകളുണ്ടോ? നോക്കാം. ഒന്നാമതായിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഅഫൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറബി ഗോത്രങ്ങളിൽ പെട്ടിട്ടുള്ള, അതായത് ഒരുപാട് അറബി ഗോത്രങ്ങളുണ്ട്, അറബി ഗോത്രങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വന്ന വ്യക്തിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അൻസാറിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ
അബ്ദുല്ലാഹി ഇബ്നു മുഅഫ്ഫൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ഇവിടെ കൃത്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേരിട്ട് കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ തെളിവാണ് കണ്ടത്. മനസ്സിലായല്ലോ? പ്രവാചകൻ്റെ ശിഷ്യന്മാരെ തന്നെ റസൂൽ എന്ത് ചെയ്യാണ്? അധ്യാപകരായിക്കൊണ്ട് നിയോഗിക്കുകയാണ്. വേറെയും കുറേ എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. അതിൽ ഉബാദ ഇബ്നു അസ്സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഖുർആൻ പഠിപ്പിച്ചിരുന്നതായിട്ട് ഒരുപാട് റെക്കോർഡുകൾ കാണാൻ സാധിക്കും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയപ്പെടുന്ന ഖുർആൻ എഴുതി കൊടുക്കുന്ന എഴുത്തുകാരിൽപ്പെട്ട വഹി എഴുത്തുകാരിൽപ്പെട്ട പ്രധാനിയായിട്ടുള്ള ഒരു സഹാബിയാണ്. അദ്ദേഹം മദീനയിൽ അദ്ദേഹം ഒരു അന്ധൻ്റെ വീട്ടിലേക്ക്, ഒരു കണ്ണ് കാണാത്ത വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന് സ്ഥിരമായി കൊണ്ട് ഖുർആൻ ട്യൂഷൻ എടുത്തു കൊടുക്കുമായിരുന്നു എന്നും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ മുഹാജിറുകളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഖുർആൻ പാരായണക്കാരൻ അവർക്ക് ഖുർആൻ വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതായത് ഒരു കൂട്ടം സഹാബികൾ ഇരുന്നു കൊണ്ട് ഖുർആൻ പരസ്പരം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്. അതേപോലെ തന്നെ സഹൽ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പരസ്പരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നു. ഇങ്ങനെ റസൂൽ പലപ്പോഴായിട്ട് ഇവർക്കിടയിലേക്ക് കടന്നു വരുന്നതിൻ്റെ പല റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതിൽ മറ്റൊന്നാണ് ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ മസ്ജിദിൽ പരസ്പരം ഖുർആൻ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ രണ്ട് റിപ്പോർട്ടായി, ഒരേപോലത്തെ രണ്ട് റിപ്പോർട്ടായി. ഇനി വേറൊന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അറബികളായ ആളുകളും അറബികളല്ലാത്ത ആൾക്കാരും, അറബി ഭാഷ സംസാരിക്കുന്ന മദർ ടങ് അറബി ആയിട്ടുള്ള ആളുകളും അറബി ഭാഷ സംസാരിക്കാത്ത ആളുകളും ഒരുമിച്ചിരുന്ന് ഖുർആൻ പഠിക്കുന്ന സമയത്ത്, ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അറബികളല്ലാത്ത ആളുകളും അറബികളായ ആൾക്കാരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അപ്പോൾ എത്രത്തോളം പ്രവാചകൻ്റെ കാലത്ത് പോലും സഹാബികൾ വൈഡായിക്കൊണ്ട് ടീച്ചിങ് നടത്തിയിരുന്നു എന്നുള്ളതിന് തെളിവാണത്. ഈ ഒരു ഹദീസിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അറബികളും അറബികളല്ലാത്ത ആൾക്കാരും കറുത്തവരും വെളുത്തവരും ഉൾപ്പെട്ട ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളും വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യാണ്. സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അന്നത്തെ കാലത്ത്. എന്തിനേറെ പറയുന്നു, ഈ ബ്ലാക്സിനോടുള്ള വിവേചനമൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തല്ല, ഇപ്പോൾ ആധുനിക ലോകത്ത് പോലും തീർന്നത്. ഇപ്പോഴും അതിൻ്റെ ഭാഗമുണ്ട്. പലപ്പോഴും നമുക്ക് പല ന്യൂസുകൾ കാണാൻ സാധിക്കും. അമേരിക്കയിൽ പടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കറുത്തവരക്കാരനായ വ്യക്തിയെ കൊന്നതിൻ്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ, നിറം എന്ത് വലിയ സംഭവമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ വെച്ചുകൊണ്ട് തട്ടുകളാക്കി തിരിക്കുന്ന, അതിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ സുപ്പീരിയർ ആണെന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴും ഉണ്ട്. ആ ഒരു സമയത്താണ് അന്ന് പ്രവാചകൻ്റെ കാലത്ത് സഹാബികൾ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒരുമിച്ചിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന പഠിക്കുന്നത്. അപ്പോൾ അവരെ ഒന്നിപ്പിച്ച എന്താണ്? ഖുർആൻ എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, പല ഭാഗത്തുനിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഖുർആൻ പഠിക്കാൻ വേണ്ടി സഹാബികളുടെ അടുത്തേക്ക്, സഹാബികൾ അവരെ പഠിപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവാണിത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊണ്ട് തന്നെ പല സഹാബിമാരെ തന്നെ അധ്യാപകരായിക്കൊണ്ട് പല പ്രദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. അത് ഒന്നാമതായിക്കൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബിഅർ മഊന സംഭവം കേട്ടിട്ടുണ്ടാവും. അധികം കേൾക്കാൻ വഴിയൊന്നുമില്ല. കാരണം ഇസ്ലാം വിരോധികളായിട്ടുള്ള ആൾക്കാരൊന്നും അത് പറയില്ല. കാരണം അവിടെ ഒരുപാട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. ആ സംഭവം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് അധ്യാപകരെ ആവശ്യമാണ്. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു നല്ലൊരു കാര്യമായതുകൊണ്ട് റസൂൽ എന്ത് ചെയ്യാണ്, അവർക്ക് കുറച്ച് സഹാബിമാരെ, 70ഓളം സഹാബിമാരെ അങ്ങോട്ട് അയക്കുകയാണ്. അവർ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അയക്കുകയാണ്. പക്ഷേ അതൊരു ചതിയായിരുന്നു. അവരെല്ലാവരെയും കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, ഒരു പ്രദേശത്ത് അവർ കൂട്ടിയിട്ടു എന്ന് പറയും. അത്രത്തോളം കഴുകന്മാരെല്ലാം ചുറ്റുന്ന രീതിയിലുള്ള അത്തരത്തിൽ മോശമാക്കിക്കൊണ്ട്, വികൃതമാക്കിക്കൊണ്ട് കൊന്നുകളയുക ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് 40ഓളം സഹാബികൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന, ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരുന്ന 40ഓളം സഹാബിമാരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് അബൂ ഉബൈദ ഇബ്നു അൽ ജറഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നജ്റാനിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ അയക്കുന്നുണ്ട്. വബറ ഇബ്നു യുഹന്നാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലെ സൻആയിലുള്ള ഉമ്മു സഈദിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അയക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഒരുപാട് സഹാബിമാരുണ്ടായിരുന്നു.
എല്ലാവരുടെയും പേര് പറയാന്നുള്ളത് അത്ര എളുപ്പമല്ല, ഒരുപാട് സമയമെടുക്കും. പക്ഷേ കുറച്ച് ആളുകൾ മാത്രം നോക്കാം. ഒന്നാമതായിക്കൊണ്ട് ഉബയ്യ് ഇബ്നു കാബ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, നമ്മൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ഉബയ്യ് ഇബ്നു കാബ്. പിന്നെ തമീമുദ്ദാരി, ഹുദൈഫ, ഹഫ്സ, സെയ്ദ് ഇബ്നു സാബിത്ത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. പിന്നെ സലീം എന്ന് പറയുന്ന ഒരു അടിമയുണ്ട്, ഉബാദ ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹ് ഇബ്നു സൈദ്, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു ഉബർ തുടങ്ങി ഒരുപാട് പേര് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരുപാട് പേര് ഇത്തരത്തിൽ ഖുർആൻ പഠിപ്പിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ അനുയായികളായിട്ടുള്ള സഹാബിമാർ അവർ ഖുർആൻ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായല്ലോ അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഖുർആൻ എങ്ങനെയാണ്, ഖുർആൻ ഏത് രീതിയിലാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ട് രീതിയിലാണ് ഖുർആൻ സംരക്ഷണം നടന്നിട്ടുള്ളത്. ഒന്ന്, അത് മെമ്മറൈസേഷനാണ്, മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എഴുത്തുകളിലൂടെയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് എഴുതുമെന്ന് വിചാരിച്ചു, ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് എഴുതുന്ന സമയത്ത് നമ്മളെ കയ്യിലൊരു ഹാർഡ് കോപ്പി ഉണ്ടാവും. അതേ സമയത്ത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഹാർഡ് കോപ്പി, ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള ഒരു ഹാർഡ് കോപ്പിക്കകത്ത് എന്തെങ്കിലും ഒരു വെള്ളം വീണ് കംപ്ലൈൻ്റ് ആകുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അല്പം മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിണ്ടാക്കിയ പ്രൊജക്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല. ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി നമ്മൾ അത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കയറ്റി വെക്കും. അത് മാത്രമാണോ, അല്ല, നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യും, ഡ്രൈവിലേക്ക് സേവ് ചെയ്യും, പെൻ ഡ്രൈവിലേക്ക് സേവ് ചെയ്യും, നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രൊജക്റ്റിൻ്റെ സോഫ്റ്റ് കോപ്പികൾ ഉണ്ടാക്കി വെക്കുകയാണ്. മനസ്സിലായല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയാലും വേറൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും, അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കോപ്പി നമ്മളെന്ത് ചെയ്യുക, ഒരു കോപ്പീസ് കൊണ്ട് ഇരിക്കുമോ, ഇല്ല, ഈ കോപ്പി നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ കോപ്പി ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പിയുടെ 2 or 3 കോപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കും. ഈ ഒരു രീതിയിൽ നമ്മളുടെ പ്രൊജക്റ്റ് സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സോഫ്റ്റ് കോപ്പി, ഇപ്പോൾ ഡ്രൈവിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുള്ള സോഫ്റ്റ് കോപ്പി നമുക്ക് കിട്ടുന്നില്ല, അത് പോയി, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. എന്നാൽ പോലും അതിൻ്റെ സോഫ്റ്റ് കോപ്പി തന്നെ നമുക്ക് വേറൊരു ഭാഗത്ത് കാണാൻ സാധിക്കില്ല, നമ്മൾ വേറെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കോപ്പി ആയിക്കൊണ്ട്, സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ആയിക്കൊണ്ട് സൂക്ഷിക്കുന്നതോടുകൂടി നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് പരിപൂർണമായിട്ടും സംരക്ഷിക്കാൻ സാധിക്കും. ഖുർആൻ നമ്മൾ ഈ തരത്തിൽ 2 കോപ്പികൾ കാണാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അത് ഹാർഡ് കോപ്പി, എഴുത്തുകളായിക്കൊണ്ട് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഖുർആൻ അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ മനഃപ്പാഠമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഖുർആൻ സംരക്ഷിക്കുകയാണ്. അന്ന് കമ്പ്യൂട്ടറില്ല. അപ്പോൾ നമ്മളുടെ ഒരു PDF, നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ PDF എടുത്തുകൊണ്ട് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത് പോലെ, അത് പല ഡ്രൈവുകളിലേക്ക് മാറ്റുന്നത് പോലെ, പല ഇമെയിലുകളിലേക്ക് മാറ്റുന്നത് പോലെയുള്ള സംരക്ഷിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. മാത്രമല്ല എഴുത്ത് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. പാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത് ഒരു ആടിൻ്റെ തൊലിക്കടിയിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്, വൈറ്റ് കളർ സംഭവമാണത്. അത് ഉണക്കി എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പാച്ച്മെൻ്റ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതുക എന്നുള്ളത് എക്സ്പെൻസീവാണ്. ആ സംഭവം അത്രത്തോളം വിലപിടിപ്പുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കടയിൽ പോയി ഒരു പുസ്തകം വാങ്ങി അത് നമുക്ക് എഴുതാം, നമുക്കത് വേണമെങ്കിൽ കീറിക്കളയാം, മായ്ച്ച് കളയാം, നമുക്ക് അത്രത്തോളം ഒരു വിലയില്ലാതായിട്ട് മാറി എഴുതാനുള്ള മെറ്റീരിയൽ എന്നുള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് എഴുതുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവാണ്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഒരു ഹാർഡ് കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ എടുത്തു വെക്കുന്നത് പോലെ തന്നെ ഒരുപാട് സഹാബിമാരെന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ എഴുതിയിട്ട് സൂക്ഷിച്ചിരുന്നു. അവർ എല്ലുകളിലും എല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും, അതേപോലെ തന്നെ ഇല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അപ്പോൾ നമ്മൾ പണ്ട് താളിയോലയിലൊക്കെ എഴുതിയ പോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള അത്തരത്തിലുള്ള ഇലകളിലൊക്കെ എഴുതിക്കൊണ്ടും, പിന്നെ ഈ പറഞ്ഞ പാച്ച്മെൻറ്റിൽ എഴുതിക്കൊണ്ടൊക്കെ വ്യത്യസ്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ എഴുതിക്കൊണ്ടും അവർ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഹാർഡ് കോപ്പി ഉണ്ട്, സോഫ്റ്റ് കോപ്പി ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ മനഃപ്പാഠമാക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്നത്. ഈ മനഃപ്പാഠമാക്കുന്നത് മാത്രമല്ല, അവർ പരസ്പരം പഠിക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ. ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റസൂൽ കടന്നു എന്നും പറയുന്നുണ്ട്. അപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അവർ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ അവിടെ ഖുർആൻ ഓതുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ എന്ത് ചെയ്യാണ്, മനഃപ്പാഠമാക്കുക എന്നുള്ളത് മാത്രമല്ല, എപ്പോഴും അതവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആൾ കാണാൻ സാധിക്കും. ഖുർആൻ 7 വയസ്സിലും 10 വയസ്സിലൊക്കെ മനഃപ്പാഠമാക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പോലും 10 ലക്ഷത്തിലധികം ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എഴുതുക എന്നുള്ളത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖുർആൻ്റെ ഒരു ഹാർഡ് കോപ്പി, ആ എഴുതി സൂക്ഷിച്ചിരുന്നതിൻ്റെ തെളിവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക.
അതിന് ഒരുപാട് തെളിവുണ്ട്. അതിൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു തെളിവാണ്, അതിനകത്തിരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള സെയ്ദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അറിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ദേഷ്യം വന്നപ്പോൾ നേരെ അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് സഹോദരി ആ സമയത്ത് അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്ത് ചെയ്തു, ഒരു എഴുത്ത് പ്രതി, അവരെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ എഴുതിയിരുന്ന ഒരു പ്രതി അതെടുത്തിട്ട് അവർ തൻ്റെ തുടയുടെ താഴെ ഒളിപ്പിച്ചു വെച്ചു. ആ എഴുത്ത് രേഖ അകത്തുണ്ടായിരുന്നത് സൂറത്ത് ത്വാഹയാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്ന സൂറത്ത് ത്വാഹ, അതിന് വേറൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അവർ ഖുർആൻ എഴുതിയിരുന്നു എന്ന് മാത്രമല്ല, ആ എഴുതിയിരുന്ന ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അവർ പഠിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഖുർആൻ എഴുതിയ രേഖ സഹോദരി ഒളിപ്പിച്ചു വെക്കുന്ന ആരെ പേടിച്ചിട്ടാണ്? ഉമർ റളിയല്ലാഹു പേടിച്ചിട്ടാണ്. ഇനി ഇതേ ഉമർ റളിയല്ലാഹു അൻഹു നാളെ ഭാവിയിൽ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇസ്ലാം അദ്ദേഹത്തിനെ മാറ്റുന്നതായിട്ടെല്ലാം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരു സംഭവം നടക്കുന്നത് മക്ക കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ മക്ക കാലഘട്ടത്തിലും മദീന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഖുർആൻ എഴുത്തുകാരായിട്ടുള്ള ആളുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65ഓളം സഹാബിമാരായ ആളുകൾ പ്രവാചകനെ ഖുർആൻ എഴുത്തുകാരായി കൊണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ചില ആളുകളുടെ പേര് മാത്രം നോക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് അബു അയ്യൂബ് അൽ അൻസാരി, ഉബയ്യ് ബിൻ കഅബ്, സെയ്ദ് ബിൻ സാബിത്ത്, ഉസ്മാൻ ബിൻ അഫ്വാൻ, മുആവിയ റളിയല്ലാഹു അൻഹുമാ അജ്മഈൻ. ഇനി ഒരുപാട് സഹാബിമാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഖുർആൻ എഴുതുന്ന സമയത്ത് നടന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻസിഡൻറ്റുകളാണ്. അതിൽ ഒരുപാടെന്നല്ല, കുറച്ച് മാത്രം. അതിലൊന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുന്ന സമയത്ത് റസൂലിന് ഒരു വഹി ലഭിക്കുന്ന ഖുർആൻ വചനം ലഭിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, സെയ്ദിനോട് പറയാണ്, പോയിട്ട് എഴുതാനുള്ള മെറ്റീരിയൽസും ഇങ്കും മഷിയും എടുത്ത് കൊണ്ടുവരിക എന്ന് പറയാം. അപ്പോൾ റസൂൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓർഡർ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ വചനം എങ്ങനെയായിരുന്നു, ഗ്രാമീണ അറബികളിൽ നിന്നും പിന്നോക്കം മാറി നിന്നവരോട് നീ പറയുക, കനത്ത ആക്രമണശേഷിയുള്ള ഒരു ജനവിഭാഗത്തെ നേരിടാനായി നിങ്ങൾ വഴിയെ വിളിക്കപ്പെടും, അവർ കീഴടങ്ങുന്നത് വരെ നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം ഭാവിയിൽ സംഭവിക്കാൻ പോകും. ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് മുസ്ലിങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള വചനമാണ് ഇറങ്ങുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് തൊട്ടടുത്ത് കണ്ണ് കാണാത്തൊരു സഹാബി ഉണ്ടായിരുന്നു, അന്ധനായിട്ടുള്ള സഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും. അപ്പോൾ അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, റസൂൽ എൻ്റെ അവസ്ഥ എന്താണ്? അതായത് ജനറൽ ആയിട്ടുള്ള വചനമാണത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, കണ്ണ് കാണാത്ത വ്യക്തിയാണല്ലോ ഞാൻ എന്ന് ചോദിക്കാം. അപ്പോൾ വീണ്ടും ഒരു ആയത്ത് കൂടി, ഒരു വചനം കൂടി അള്ളാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ്, അന്ധൻ്റെ മേൽ കുറ്റമില്ല, മുടന്തൻ്റെ മേലും കുറ്റമില്ല, രോഗിയുടെ മേലും കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വചനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നു. റസൂൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തോട് എഴുതാനുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഇങ്കും കൊണ്ടുവരാൻ വേണ്ടി കമാൻഡ് ചെയ്യണം, ഓർഡർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഒരു വചനം ഇറങ്ങി പിന്നെ വീണ്ടും അടുത്ത വചനം ഇറങ്ങി. അപ്പോൾ ആദ്യം ഇറങ്ങിയ വചനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറങ്ങിയ വചനം കൃത്യമായിക്കൊണ്ട് അതേ പാറ്റേണിൽ തന്നെ, അതേ ശ്രേണിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ നമ്മുടെ ഖുർആനിൽ കാണാൻ സാധിക്കും. വ്യക്തമായിക്കൊണ്ട് അതേ ശൈലി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൃത്യമായിക്കൊണ്ട് ഖുർആൻ സംരക്ഷണത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്തതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇതിൽ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ഖുർആൻ ആയത്ത്. ഈ ഖുർആൻ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിവീലായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് സൂറത്തുൽ ബഖറയിലെ 280 വചനത്തിന് ശേഷം വെക്കുക. അത് ശ്രദ്ധിച്ച് കേട്ടോ, സൂറത്ത് ബഖറയിലെ 280 വചനത്തിന് ശേഷം 281 ആയിക്കൊണ്ട് വെക്കുക എന്ന് പറയാം. അത്ഭുതമാണ്. കാരണം ഖുർആൻ പല സമയങ്ങളിലാണ് ഖുർആൻ വചനങ്ങൾ ഇറങ്ങുന്നത്, പല സമയങ്ങളിൽ. ഒറ്റയടിക്ക് ഒരു പുസ്തകം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോലെയല്ല വരുന്നത്, പല ഇൻസിഡൻറ്റുകളിലേക്കാണ് പല വചനങ്ങൾ ഇറങ്ങുന്നത്. ഇവിടെ അല്ലാഹു റസൂൽ പറയുകയാണ്, 280 വചനത്തിന് ശേഷം ഈ ഒരു വചനം വെക്കുക എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ്റെ അകത്തും കൃത്യമായിക്കൊണ്ട് സൂറത്ത് ബഖറയിലെ 280 ശേഷം 281 വചനമായിക്കൊണ്ട് ഈ ആയത്ത് തന്നെ കാണാൻ സാധിക്കും. വ്യക്തമായിക്കൊണ്ട് ഇന്ന വചനം എടുത്തുകൊണ്ട് ഇവിടെ വെക്കുക, അതിവിടെ വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർഡർ കൊടുക്കുന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. മൂന്നാമതായിക്കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവാണ്. അതിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും പ്രവാചകൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഖുർആൻ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, എന്ത് ചെയ്യുന്ന സമയത്ത്, ഖുർആൻ കമ്പൈൽ ക്രോഡീകരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബ്ലെസ്ഡ് ബി ദ ഷാം, ഷാമിനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നു കൊണ്ട്
കൂടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചിരുന്നു. അതായത് അന്ന് വരെയുള്ള ഖുർആൻ വചനങ്ങൾ അത് കൃത്യമായിക്കൊണ്ട് ഇന്ന സൂറത്തിന് ശേഷം അടുത്ത സൂറത്ത്, ഇന്ന വചനത്തിന് ശേഷം അടുത്ത വചനം എന്ന രീതിയിൽ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ക്രോഡീകരിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവാണ് ഈ ഒരു ഹദീസ് എന്നുള്ളത്. പിന്നീട് ഒരു ചോദ്യം അത് വരാൻ സാധ്യതയുള്ളത്, എന്തുകൊണ്ട് പ്രവാചകൻ്റെ കാലത്ത് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കിക്കൊണ്ട്, ഒരു പുസ്തക രൂപത്തിലാക്കിക്കൊണ്ട് രണ്ട് ചട്ടക്കടയിലായിക്കൊണ്ട് വെച്ചില്ല എന്നുള്ളതാണ്. അതിന് ഉള്ള കാരണം, അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കഥ എഴുതുകയെന്നുണ്ടെങ്കിൽ ഈ കഥ എനിക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ കഥ കംപ്ലീറ്റ് ആവണ്ടേ അല്ലേ? അപ്പോൾ ഞാൻ കഥ കംപ്ലീറ്റായി ഒരു കുത്തിട്ട് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കഥ നമുക്ക് കൊണ്ടുപോയി പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുഴുവനും ഖുർആൻ വചനങ്ങൾ വഹി ഓപ്പണാണ്, വഹി ഓപ്പണായി കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആയത്തിറങ്ങാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഹി കംപ്ലീറ്റ് ആകുന്നവരെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെയും ഖുർആൻ ഓപ്പണായി കിടക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു സമയത്തുള്ള ഖുർആൻ വചനങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റഡ് ആയിക്കൊണ്ട് കമ്പയർ ചെയ്തിട്ടില്ല. വഹി ക്ലോസ് ആയ ശേഷം മാത്രമേ ഉള്ളൂ ഖുർആൻ നമുക്ക് രണ്ട് ചട്ടകൾക്കിടയിലേക്ക് മുഴുവനാക്കിക്കൊണ്ട് മാറ്റാൻ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ആദ്യത്തെ ഖലീഫയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള സഹാബിമാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സോഫ്റ്റ് കോപ്പികൾ അതിന് എണ്ണം ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്, കുറേ മിസ്സായിപ്പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂബക്കർ കൊണ്ട് പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം, ഖുർആൻ ഒരു രണ്ട് ചട്ടക്കിടയിലാക്കിക്കൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ, ഗ്രന്ഥരൂപത്തിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഒരു ഭരണാധികാരി നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്ന നിലയിൽ അദ്ദേഹം അത് ആരംഭിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഖുർആൻ എഴുത്തുകാരിൽപ്പെട്ട, വഹി എഴുത്തുകാരിൽപ്പെട്ട പ്രധാനിയായിട്ടുള്ള സഹാബി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ക്രോഡീകരിച്ചിട്ടുള്ള, ഖുർആൻ കമ്പയർ ചെയ്തിട്ടുള്ള അതേ സഹാബി, അദ്ദേഹത്തിനെയാണ് അവർ ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നത്. മാത്രമല്ല സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഇവരെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഒന്ന്, സെയ്ദെ നീ യങ്ങാണ്, നീ ചെറുപ്പക്കാരനാണ്. സെയ്ദെ നീ ഇൻ്റലിജൻ്റാണ്, നീ ഭയങ്കര ബുദ്ധിയുള്ള വ്യക്തിയാണ്. നീ പ്രവാചകൻ്റെ വഹി എഴുതിയിരുന്ന വ്യക്തിയാണ്. നിന്നെക്കുറിച്ചൊരു മോശം കാര്യം അതിൽ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അത്രത്തോളം വിശ്വാസയോഗ്യനായിട്ടുള്ള വ്യക്തി കൂടിയാണ് നീ. അപ്പോൾ നീ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് അത് ഏറ്റെടുക്കണമെന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇല്ലേ, ഇൻ്റലിജൻ്റാണ്, യങ്ങാണ്, റെവലേഷൻസ് എഴുതിയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെക്കുറിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹദീസിലേക്ക് നോക്കാം. സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ മറ്റുള്ള ആളുകൾ മുന്നിൽ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ. ഇപ്പോൾ നന്നായി പഠിക്കാറുണ്ട്, ഇൻ്റലിജൻ്റ് ആണ്, മിടുക്കനാന്ന് പറയാറുണ്ട്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയുണ്ടല്ലോ 17 സൂറത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, അതും മദീനയിൽ നിന്നുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 17 സൂറത്ത് മനഃപ്പാടമാക്കി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ സന്തോഷമായി. റസൂൽ പറഞ്ഞു, ഒരു കാര്യം കൂടി ചെയ്യുക, ഹീബ്രു ഭാഷയൊക്കെ പഠിക്കുമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് ഭാഷയും പഠിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും ഹീബ്രു ഭാഷയിൽ കത്ത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടും, കത്തുകൾ വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്ററായി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം ഇത്തരത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള സഹാബി, പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സഹാബി. അപ്പോൾ അദ്ദേഹത്തെയാണ് ഇവർ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത്. ഈ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം സംസാരിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് സംസാരിക്കുന്നതും സെയ്ദ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നതൊക്കെ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതായത് നേരത്തെ സഹോദരി ആ എഴുത്ത് പ്രതി അവരെന്ത് ചെയ്തത്, ഒളിപ്പിച്ചു വെച്ചു. ആരെ പേടിച്ചിട്ട്? ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട്. അതേ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങുകയാണെന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഖുർആൻ സംരക്ഷണം നടത്തിയത്. അതിന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അന്ന് ലഭ്യമായിട്ടുള്ള ഖുർആൻ എഴുത്ത് പ്രതികൾ മുഴുവനായിക്കൊണ്ട് അദ്ദേഹം കളക്ട് ചെയ്തു, എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. അതേപോലെ തന്നെ മനുഷ്യരുടെ ഹൃദയങ്ങൾക്കകത്തുള്ളതും, അതായത് മനുഷ്യർ മനഃപ്പാടമാക്കിയിട്ടുള്ളതും. അപ്പോൾ മനുഷ്യർ മനഃപ്പാടമാക്കിയിട്ടുള്ള സോഫ്റ്റ് കോപ്പി അല്ലേ, ആ സോഫ്റ്റ് കോപ്പിയും അവർ എഴുതിയിരുന്ന ഹാർഡ് കോപ്പിയും, ഈ 2 കോപ്പിയും കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ക്രോഡീകരണം അദ്ദേഹം കംപ്ലീറ്റ് ആക്കുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു ഗ്രന്ഥത്തിന് പറയുന്ന പേരാണ് സുഹൂഫ് എന്നുള്ളത്. മുസ്ഹഫ് അല്ല, സുഹൂഫ്. അതായത് ഒന്നിലധികം
ബാച്ച്മെൻറ്റുകൾ എന്നർത്ഥം. ഈ ഒരു ഗ്രന്ഥം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഭരണത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആക്കിക്കൊണ്ടവർ സംരക്ഷിക്കുകയാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ വ്യാപനം സംഭവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പുതിയ ലോകത്തേക്ക്, പുതിയ സ്ഥലങ്ങളിലേക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചില ആളുകളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി 10 സഹാബിമാരെ അദ്ദേഹം ബസ്രയിലേക്ക് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കൂഫയിലേക്ക് നിയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി ഖലീഫയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, കൂഫയിലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഖുർആൻ മുഴുവനായിക്കൊണ്ട് മനപ്പാഠത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് കൂഫയിൽ ഇത് പഠിപ്പിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് പഠിപ്പിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അതായത് ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുള്ള സഹാബിയാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സമാധാനമായി എന്നുള്ളത്. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനപ്പാഠത്തിൽ നിന്ന് മുഴുവനായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അതേപോലെ തന്നെ സിറിയയിലെ ഗവർണറായിട്ടുള്ള യസീദ് ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു 3 പ്രമുഖ സഹാബികളെ അയക്കുന്നുണ്ട്. ഒന്ന് മുആദ് ഇബ്നു ജബൽ, ഉബാദ ഇബ്നു സാമിത്ത്, അബൂ ദർദ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഈ 3 പേരെ. ഇതിൽ അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം സിറിയയിലെ ദമാസ്കസിൽ വലിയൊരു ഖുർആൻ പഠന കേന്ദ്രം അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പിന്നീട് അതേ വിദ്യാർത്ഥികളിൽപ്പെട്ട പല ആളുകളും അടുത്ത വിദ്യാർത്ഥികളുടെ തലമുറയിലെ ടീച്ചേഴ്സായിട്ട് മാറും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ശിഷ്യന്മാരെ ആർക്കുണ്ടാകുന്നുണ്ട്? അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകുന്നതായിട്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അറബികളല്ലാത്ത ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് വരികയും അവരെല്ലാം ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവർ ചില മിസ്റ്റേക്കുകൾ, ചില പ്രശ്നങ്ങൾ സഹാബിമാർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് അവർ ആരംഭിക്കുകയാണ്. അതായത് ഖുർആനിൻ്റെ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രക്രിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 അംഗ കമ്മിറ്റിയെയാണ് അവർ നിയോഗിക്കുന്നത്. ഈ ഒരു കമ്മിറ്റിക്കകത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരണത്തിന് മുന്നിൽ നിന്നിട്ടുള്ള സഹാബിയായിട്ടുള്ള സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഖുർആൻ എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, പിന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് പ്രമുഖന്മാരായിട്ടുള്ള സഹാബിമാർ ഉൾപ്പെട്ടിരുന്നു. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു 12 അംഗ കമ്മിറ്റിക്കകത്ത് വെറും സഹാബിമാർ മാത്രമല്ല ഉള്ളത്, അതിനകത്ത് താബിയങ്ങളുണ്ട്. അതായത് സഹാബിമാരുടെ ശിഷ്യന്മാർ. അതിലെ ഒരു വ്യക്തിയാണ് മാലിക് ഇബ്നു അബി ആമിർ റഹിമഹുല്ല. അദ്ദേഹം ഇമാം മാലിക് മദ്ഹബിൻ്റെ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, അദ്ദേഹത്തിൻ്റെ വല്യപ്പയാണ്. ഈ കമ്മിറ്റിയിലെ ഒരു വ്യക്തിയായിട്ടുള്ള ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ഹാനി അൽ ബർബരി റിപ്പോർട്ട് ചെയ്യാണ്, മുസ്ഹഫ് താരതമ്യം ചെയ്ത് പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചില വാക്കുകളുടെ എഴുത്ത് പരിശോധിക്കാൻ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് അയച്ചു. 3 വ്യത്യസ്ത സൂറകളിൽ നിന്നുള്ള 3 വാക്കുകളുടെ സ്പെല്ലിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചത്. കാരണം എന്താ? അദ്ദേഹമാണ് എഴുതിയിരുന്നത്. ആലോചിക്കണേ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി എഴുതിയൊരു സഹാബി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് ഈ എഴുത്ത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അത് കറക്റ്റ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. വളരെ കൃത്യമായിക്കൊണ്ട്, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിക്കൊണ്ട് നോക്കിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയത്. ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കിയെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു ഭാഗം. അങ്ങനെ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആകുകയാണ്. പിന്നീട് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ടോട്ടൽ 8 കോപ്പികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ 8 കോപ്പികളിൽ ഒരു കോപ്പി അദ്ദേഹം മദീനയിൽ സൂക്ഷിക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ സംരക്ഷിത സ്വത്താക്കിക്കൊണ്ട് അദ്ദേഹം സൂക്ഷിക്കുകയാണ്. പിന്നീട് ബാക്കി 7 കോപ്പികൾ അദ്ദേഹം യമനിലേക്കും ബഹ്റൈനിലേക്കും മക്കയിലേക്കൊക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെറും കോപ്പികൾ അയക്കുക എന്നുള്ളത് മാത്രമല്ല, അയക്കുന്ന സമയത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചേഴ്സിനെ അയച്ചിരുന്നു. ചില ആളുകൾ പറയാന്നുണ്ടെങ്കിൽ സയ്യിദ് ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹ് ഇബ്നു സായിബ്, അൽ മുഈറത്ത് ഇബ്നു ഷിഹാബ്, ആമിർ ഇബ്നുൽ ഖൈസ് തുടങ്ങിയ ഒരുപാട് ആളുകളെ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അധ്യാപകരായിക്കൊണ്ട് അയക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിലിപ്പോൾ ആദ്യകാലത്ത് രചിച്ചിട്ടുള്ള എത്രത്തോളം കയ്യെഴുത്ത് പ്രതികളുണ്ട്?
ഒന്നോ രണ്ടോ മൂന്നോ അല്ല, പതിനായിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും പഴക്കമുള്ള ഖുർആൻ കയ്യെഴുത്ത് പ്രതി ഏതാണ്? സൂറത്ത് ത്വാഹ, സൂറത്ത് മറിയം, സൂറത്ത് കഹഫ് എന്നിവ അടങ്ങിയിട്ടുള്ള ബർമിംഗ്ഹാം ഖുർആൻ, അതാണ് ഏറ്റവും പഴക്കമുള്ള നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. സൂറത്ത് ത്വാഹയുടെ പ്രത്യേകത എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് ഇത് കേട്ടിട്ടാണ്. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് തൻ്റെ സഹോദരി ആ ഒരു കയ്യെഴുത്ത് പ്രതി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്തിൻ്റെ ആയിരുന്നു? സൂറത്ത് ത്വാഹയുടെ കയ്യെഴുത്ത് പ്രതിയായിരുന്നു. അതായത് പ്രവാചകന്റെ കാലത്ത് എഴുതപ്പെട്ടതായിട്ടുള്ള ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ആ ഒരു ഖുർആൻ, അതിലെ സൂറത്ത് ത്വാഹയും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഖുർആനിലെ സൂറത്ത് ത്വാഹയും രണ്ടും കമ്പയർ ചെയ്യുന്നൊരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് വ്യക്തമായിക്കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഖുർആന് ഒരു മാറ്റവും ഇല്ലാതെ അതിനകത്ത് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറത്തുൻ ലിമൻ യഖ്ശാ തുടങ്ങിയിട്ടുള്ള ആ ഒരു വചനങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വായിച്ചിട്ടുള്ള, അദ്ദേഹം പാരായണം ചെയ്തിട്ടുള്ള, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായിട്ടുള്ള ആ ഒരു സൂറത്ത് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പഴയ ഖുർആൻ മാനുസ്ക്രിപ്റ്റ്, അതിലെ സൂറത്ത് ത്വാഹ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോഴുള്ള ഖുർആനുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാനുസ്ക്രിപ്റ്റ് അല്ല, ഒന്നിലധികം മാനുസ്ക്രിപ്റ്റുകൾ, അതായത് സൂറത്ത് ഇസ്ര അടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഖുർആൻ മാനുസ്ക്രിപ്റ്റുകൾ എടുക്കുകയും പഴയകാല കയ്യെഴുത്ത് പ്രതികൾ എടുക്കുകയും അത് ഇപ്പോൾ ഉള്ള സൂറത്ത് ഇസ്രയുമായിട്ട് അത് എത്രത്തോളം യോജിച്ച് പോകുന്നുണ്ട് നോക്കുകയും ചെയ്യാം. അതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിക്കകത്തുള്ള 670 മുതൽ 700 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള 7th സെഞ്ചുറി കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഖുർആൻ. പിന്നെ സന മാനുസ്ക്രിപ്റ്റ്, അതും ഏകദേശം 7th സെഞ്ചുറി കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഖുർആനാണ്. പിന്നെ സമർഖന്ദ്, അത് ലൈറ്റ് 8th സെഞ്ചുറി കാലഘട്ടങ്ങളിൽ 7 സ്റ്റേജിൽ എഴുതപ്പെട്ടതാണ്. പിന്നെ തൊബ്കാപ്പി മുസ്ഹഫ് ഉണ്ട്, അലി റാംപൂർ ഉണ്ട്, അത് 9th സെഞ്ചുറിയാണ്. പിന്നെ തുനീസ് ഹാക്കിം ഒഗ്ലൂം, പിന്നെ തുനീസ് 41 എന്ന് പറയുന്ന വേറൊന്ന്. അങ്ങനെ ഒരുപാട്, അതിൽ ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ള ഏകദേശം ഒരു 16ഓളം മാനുസ്ക്രിപ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള സൂറത്ത് ഇസ്ര അത് എത്രത്തോളം മാച്ചായിട്ട് വരുന്നുണ്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹിൽ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇസ്രയിലെ 1ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഒരുപാട് മാനുസ്ക്രിപ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് മദീന സ്കൾട്ടൺ എടുക്കുക എന്നുള്ളതാണ്. മദീന സ്കൾട്ടൺ എന്ന് പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലദി തുടങ്ങിയ ആ ഒരു വചനത്തിൻ്റെ ഫത്തഹും കസറൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വെറും അക്ഷരങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടുള്ള മദീന സ്കൾട്ടൺ രീതി. ആ മദീന സ്കൾട്ടൺ നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റു ഖുർആൻ പ്രതികളുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ എത്രത്തോളം സാമ്യത വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരൊറ്റ വചനത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല, എല്ലാ വചനത്തിൻ്റെയും, നമ്മുടെ സൂറത്ത് ഇസ്രക്കകത്തുള്ള എല്ലാ വചനത്തിൻ്റെയും എല്ലാ ആയത്തുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ത് മനസ്സിലായി എന്നുള്ളതാണ് ഒന്നാമതായി മനസ്സിലായ കാര്യം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിൽ 2 സ്ക്രൈബൽ എറേഴ്സ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്താണ് സ്ക്രൈബൽ എറർ അഥവാ എഴുത്തുകാരന് പറ്റിയിട്ടുള്ള അബദ്ധം? 2 അബദ്ധം മാത്രം. ഇത്രയും മാനുസ്ക്രിപ്റ്റ് നോക്കിയിട്ടും 2 കയ്യെഴുത്ത് പ്രതികളിൽ മാത്രമേ മിസ്റ്റേക്ക് കാണുന്നുള്ളൂ. അതും 2 വാക്ക് മാത്രം. അതായത് തൊബ്കാപ്പി മുസ്ഹഫിൽ മസ്ജിദ് എന്ന് എഴുതി കൊടുത്ത് തെറ്റിയിട്ട് മജ്സിദ് എന്ന് എഴുതി, ജായും സായും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. അതാണ് ഒരു മിസ്റ്റേക്ക്. അതേപോലെ തന്നെ അത് എഴുത്തുകാരൻ മിസ്റ്റേക്ക് ആട്ടോ, അത് ഖുർആൻ മിസ്റ്റേക്ക് അല്ല, എഴുത്തുകാരൻ്റെ മിസ്റ്റേക്കാണ്. അടുത്ത ഭാഗം കൂടി സമർഖന്ദ് മുസ്ഹഫിനകത്തും സ്വാലിഹീൻ എന്ന് എഴുതിയ ഭാഗത്തും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എഴുതിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 മാനുസ്ക്രിപ്റ്റ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. ഇതേ സൂറത്തിൻ്റെ മറ്റു പല മാനുസ്ക്രിപ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 മാനുസ്ക്രിപ്റ്റിൽ ആകെ മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം യോജിച്ച് വരുന്നുണ്ട് എന്നർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കോപ്പി നമ്മുടെ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഖുർആൻ എഴുതിയ കോപ്പികളും മനപ്പാടമാക്കിയ കോപ്പികളും 2 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ എവിടെ മിസ്റ്റേക്ക് വരാൻ, പിന്നെ എവിടെയാണ് തെറ്റിപ്പോകാൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരിക്കലും ഖുർആൻ തെറ്റിപ്പോകുക എന്നുള്ളതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും അല്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഗ്രാഫിൻ്റെ അകത്ത് സൂറത്ത് ഇസ്ര കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ആ തരത്തിൽ കിട്ടിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗ്രാഫിലുള്ള എല്ലാ കയ്യെഴുത്ത് പ്രതികളും നിലവിലെ മദീന പതിപ്പുമായിട്ട് 92% സാമ്യതയുണ്ട്. അതേപോലെ തന്നെ അലി റാംപൂർ, നുറോസ്മാനിയ 27 തുടങ്ങിയ പ്രതികൾ മദീന പതിപ്പുമായിട്ട് 98% സാമ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞ സാമ്യത കാണിക്കുന്നത് ഇബ്നു അൽ ബൗവാബ് എന്ന പ്രതിയാണ്. അതിന് പോലും 92.5% സാമ്യതയുണ്ട്. ഈ 92%, 92.5%, 98%
എന്തുകൊണ്ട് 100% എന്ന് കാണിക്കുന്നില്ല എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ടല്ലേ? മനസ്സിലാക്കേണ്ടത് ഇവിടെ ഖുർആൻ തെറ്റിയെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, പഴയ മനസ്കൃതി നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ എഴുത്ത് ലിപികൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ, എഴുത്ത് രീതി വ്യത്യാസം ഉണ്ടാവും, ആ ശൈലി വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള ശൈലി ഡിഫറൻസും എഴുത്ത് ഡിഫറൻസും അതിൽ ചിലത് മാഞ്ഞു പോയതും ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ ഖുർആൻ നമുക്ക് കിട്ടിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾക്കകത്ത് വേറെന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ വേറെന്തോ ഉണ്ട്, അങ്ങനെയല്ല പറയുന്നത്. അതായത് 0.0007% സ്ക്രൈബൽ എറർ മാത്രമേ ഉള്ളൂ. ഒരു പഠനം കൂടി നോക്കാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ദ കമ്പാനിയൻ ടു ദി ഖുർആൻ എന്നറിയപ്പെടുന്ന ബൃഹത്തായിട്ടുള്ള ഖുർആൻ പഠനശേഖരം, അതിനകത്ത് അഞ്ജലിക്ക ന്യൂവർത്ത് എന്ന റിസർച്ചർ അവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ന്യൂ ഫൈൻഡിങ്സ് ഓഫ് ഖുർആനിക് ടെക്സ്റ്റ് ഫ്രാഗ്മെന്റ്സ് moreover can be adduced to affirm rather than call into question that traditional picture of the Quran as an early fixed text composed of the surahs we have. കൃത്യമായിക്കൊണ്ട് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പറയാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഖുർആൻ ഫ്രാഗ്മെൻറ്റ്സ്, മാനുസ്ക്രിപ്റ്റുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഖുർആൻ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് എന്ന് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അതിനെതിരെ എത്ര വാദങ്ങൾ കൊണ്ടുവന്നിട്ടും ആ വാദങ്ങളൊന്നും വിജയിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുകൂടി അവരെടുത്ത് പറയുന്നുണ്ട്. ചില ആൾക്കാർ അവർ നല്ല രസമാണ്. അതായത് ഖുർആനുമായിട്ട് യാതൊരു ബന്ധമല്ല കേട്ടോ, ഒരു ബന്ധമല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാലും പള്ളിയിൽ പോയിട്ടില്ലെന്ന് പറയല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ഉമ്മ വടിയെടുത്ത് 2 കൊടുത്തിട്ട് എടുത്ത് ഓതറ ഖുർആൻ എന്ന് പറഞ്ഞ് ഓതിപ്പിച്ചിട്ട് അങ്ങനെങ്കിലും ഖുർആൻ എടുത്ത് തുറന്നു നോക്കി പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ, അത്തരം ആൾക്കാരായിട്ടുള്ള ചില ഇസ്ലാമോഫോബ്സ് ആയിട്ടുള്ള ആളുകൾ, ചില ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ പറയും ഖുർആൻ സനദില്ല അത്രേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഖുർആൻ മുതവാത്തിറാണ് എന്ന് പറയുകയാണെങ്കിൽ ഖുർആൻ മൾട്ടിപ്പിൾ ചെയിനിലൂടെ നമ്മളിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഖുർആനിന് സനദില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും വിവരം ഇല്ലായ്മ എന്ന് പറയുന്ന സാധനം അങ്ങേയറ്റം അത്രത്തോളം നിലവാരമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖലീഫയായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ഹഫിൻ്റെ അധ്യാപകനായിക്കൊണ്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ ഹിജറ 1-ാം നൂറ്റാണ്ടിൽ തന്നെ മറ്റൊരു വ്യക്തി കൂടി ഖുർആൻ അധ്യാപകനായിക്കൊണ്ട് വലിയൊരു അറിയപ്പെടുന്ന പണ്ഡിതനായിക്കൊണ്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നാഫി അൽ മദനി റഹിമഹുല്ല. അദ്ദേഹം ഖുർആൻ പഠിച്ചത് 79 പേരിൽ നിന്നാണ്. അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് എത്തുന്ന, പ്രവാചകനിലേക്ക് എത്തുന്ന 79 പേരിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചത്. ഇത് വ്യക്തമായിക്കൊണ്ട് ഇബ്നു മുജാഹിദ് റഹിമഹുല്ല, അദ്ദേഹം അറിയപ്പെടുന്ന ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹം തൻ്റെ ഗ്രന്ഥമായിട്ടുള്ള കിതാബ് അൽ സബഇൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. നാഫി അൽ മദനി റഹിമഹുല്ലാൻ്റെ സെലക്ട് ചെയ്തിട്ടുള്ള ചില സ്റ്റുഡൻസ് അവർ കൃത്യമായിക്കൊണ്ട് ഇബ്നു മുജാഹിദ് റഹിമഹുല്ലയിലേക്ക് എങ്ങനെ എത്തുന്നു ആ ചെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ വെറും സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ, ഒരുപാട് മറ്റു സ്റ്റുഡൻസ് കൂടി അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ലിങ്കാണ്. അഥവാ നാഫി അൽ മദനി റഹിമഹുല്ലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ചെയിനാണ്. ഒന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു 79ഓളം ആളുകളിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുള്ളത്. ഇതിലെ സെലക്ട് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബഹ്റൈനിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സനദ്, ആ വ്യക്തിയുടെ ഇജാസ്, അതെങ്ങനെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ സൗസാൻ ഇസ്സ സുൽത്താൻ അൽ തവാദി അവർ ഉമ്മു അൽ ദർദ അൽ സുഹാറ സെൻറ്റർ ഓഫ് ഖുർആനിക് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസിൻ്റെ ഹെഡാണ് ബഹ്റൈനിലെ. അതേപോലെ തന്നെ അറിയപ്പെടുന്ന ഖുർആൻ പണ്ഡിതയാണ്. ഖുർആൻ പാരായണ മത്സരങ്ങളിലൊക്കെ ജഡ്ജായിട്ടൊക്കെ പോകുന്ന ഒരു പണ്ഡിത കൂടിയാണ് ഇവർ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അവരുടെ പ്രവാചകനിലേക്ക് എത്തുന്ന സനദാണ്. ഈ ചെയിൻ്റെ അകത്ത് വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവചരിത്രവും ആ വ്യക്തി ആരാണെന്നും വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാം. അതിൽ ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദർ റഹിമഹുല്ല, അദ്ദേഹം 1945 കാലഘട്ടങ്ങളിൽ സൗദി അറേബ്യയിൽ ജനിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെ മസ്ജിദ് നബവിയിലെ ഇമാമായിട്ട് പ്രവർത്തിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹവും ഈ ഒരു ചെയിൻ്റെ അകത്ത് വരുന്നുണ്ട്. നേരത്തെ ഖുർആൻ സനദില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക്, അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഖുർആൻ തുറന്നു നോക്കിയ പരിചയം പോലില്ല എന്ന് പറഞ്ഞില്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ട് ഖുർആൻ സനദ് കാണാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, ഖുർആൻ തുറന്നു നോക്കി പരിചയം പോലും ഇല്ല. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കണ്ടോ, ഇത് ഖുർആൻ്റെ പിറകിലുള്ളതാണ്. അപ്പോൾ അതുപോലും കണ്ടിട്ടില്ല. അത്രത്തോളം നിലവാരമില്ലാത്ത ആളുകളാണ് ഇസ്ലാം വിമർശനം നടത്തുന്നതെന്ന് പറയുമ്പോൾ നല്ല തമാശ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രത്തോളം സഹതാപം തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ അവരൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത്.
ഏറ്റവും അവസാനമായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി. ഖുർആന് ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പതിനായിരങ്ങൾക്ക് അധികമായിക്കൊണ്ടുള്ള കയ്യെഴുത്ത് പ്രതികളുണ്ട്. അതിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കി, അതിലെ പഠനങ്ങൾ നോക്കി, അതുമായി ബന്ധപ്പെട്ട കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠനം നോക്കി, ഇതെല്ലാം നമ്മൾ നോക്കി. ഇതേപോലെ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കിക്കൊണ്ട് അത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ ഖുർആൻ മനഃപ്പാടമാക്കുക എന്നതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങൾ, മറ്റു മതവിശ്വാസികളുടെ ഗ്രന്ഥങ്ങൾ അവർ മനഃപ്പാടമാക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് മനഃപ്പാടമാക്കിയിട്ട് ലോകത്ത് ആരിലുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ പക്ഷെ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മനഃപ്പാടമാക്കിയതുപോലെ തന്നെ ഇവരുടെ ഗ്രന്ഥം ആരും മനഃപ്പാടമാക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഫസ്റ്റ് സെഞ്ചുറിയിലുള്ള കയ്യെഴുത്ത് പ്രതികളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിക്കൊണ്ട് ന്യൂ ടെസ്റ്റമെൻറ്റ്. ഇപ്പോൾ ഫസ്റ്റ് സെഞ്ചുറി കാലഘട്ടങ്ങളിലുള്ള ഒരു ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കോപ്പി നമ്മുടെ അടുത്തില്ല, കിട്ടിയിട്ടില്ല. അത് സെക്കൻഡ് സെഞ്ചുറിക്ക് ലാസ്റ്റിലോട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ പപ്പൈറസ് 52 എന്നറിയപ്പെടുന്നു, പിന്നെ പപ്പൈറസ് 104 എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇത്തരം ചെറിയ ഒരു ഐ ഡി കാർഡിന് വരിപ്പം മാത്രമുള്ള ചെറിയ കഷ്ണങ്ങൾ മാത്രമുള്ള യോഹന്നാൻ സുവിശേഷത്തിൻ്റെയും പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങൾ അത് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ അതൊന്നും നമ്മുടെ കയ്യിൽ വ്യക്തമായിക്കൊണ്ട് പ്രവാചകൻ്റെ കാലത്ത് ഖുർആൻ എഴുതിയ കാലഘട്ടത്തിൽ കിട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ ഖുർആൻ മാനസ്ക്രിപ്റ്റുകൾ ഫസ്റ്റ് സെഞ്ചുറിയിൽ കിട്ടിയതുപോലെയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ വ്യക്തമായിക്കൊണ്ട് അത് രണ്ട് രീതിയിലും അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.